ഒരാട്ടിടയൻ മാത്രം പുൽക്കൂട്ടിൽ വരാൻ ഒരു കഥയുണ്ട്. അത് പണ്ട് അങ്ങ് ബെത്ലഹേമില് മലമുകളില് തീ കാഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാര് പെട്ടെന്ന് സ്വർഗത്തിലൊരു ശബ്ദം കേട്ടു, ആകാശത്തൊരു ശബ്ദം കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കുറേ മാലാഖമാര് ആകാശത്ത് നിന്ന് പാട്ടും മേളവും. ആട്ടിടയന്മാരെ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ പറഞ്ഞു, നിങ്ങളാരും അറിഞ്ഞില്ലേ, അങ്ങ് ബെത്ലഹേമിൽ പുൽക്കൂട്ടില് ഒരു ഉണ്ണിയേശു പിറന്നു, ഒരു രാജകുമാരൻ. ആട്ടിടയന്മാർക്ക് സന്തോഷമായി. അവർ ചോദിച്ചു, അതെങ്ങനെ? നമ്മുടെ തൊട്ടടുത്ത് വാ, നമുക്കും കാണാം ആ രാജകുമാരനെ കാണാൻ. ഉണ്ണീശോയെ കാണാനായിട്ട് ആട്ടിടയന്മാരെല്ലാവരും റെഡിയായി. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ആ ആട്ടിടയൻ, അവനൊരു കുഞ്ഞു സങ്കടമുണ്ട്. അവൻ്റെ ഒരു കാലിത്തിരി ചെറുതാ, മുടന്തി അവൻ നടക്കാറ്. അങ്ങനെ നടക്കുമ്പോൾ അവന് മാത്രം സ്പീഡില്ലല്ലോ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, എടാ നീ ഇവിടെ തന്നെ നിന്നോ, നിന്നെ കൊണ്ട് പോയ അവസാനം ഞങ്ങളും വൈകും, നീയും വൈകും, ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയി ഉണ്ണീശോയെ കണ്ടിട്ട് വന്ന് നിന്നോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടെ പുറപ്പെട്ടു, നമ്മുടെ ഈ കുഞ്ഞാട്ടിടയനെ ഇവിടെ നിർത്തിയിട്ട്. അവന് സങ്കടമായി. പക്ഷേ ചിരിച്ച മുഖത്തോടെ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ ഈ പ്രാർത്ഥന കേട്ട് ഒരു കുഞ്ഞു മാലാഖ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിൻ്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തേ? എല്ലാവരും ഉണ്ണിയേശു പിറന്ന സന്തോഷ വാർത്ത അറിയിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അത് പിന്നെ ഉണ്ണിയേശുവിനെ കാണാൻ പോകാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ ഈ മുടന്തി കാലം കൊണ്ട് ഞാൻ അങ്ങ് വരെ ചെല്ലുമ്പോൾ താമസിക്കുമെന്നും പറഞ്ഞ് ചേട്ടന്മാർ എന്നെ ഇവിടെ ആക്കിയിട്ട് അവരെല്ലാം പോയേക്കുവാ. അതാണ് പ്രശ്നം. നീ ഒന്നും ആലോചിക്കണ്ട, നീ ഒന്ന് കണ്ണടച്ചേ. അവൻ കണ്ണടച്ചതും എന്തോ ഒരു മാജിക്ക് പോലെ അവന് തോന്നി. പിന്നെ കണ്ണ് തുറക്കുമ്പോഴോ ഒറ്റ സെക്കൻഡിൽ അവൻ എവിടെയാ? ഉണ്ണീശോയുടെ ചാരെ, മാതാവിൻ്റെ തൊട്ടരികിൽ അവൻ ഉണ്ണീശോയെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. കൊച്ചു കൊച്ചു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് ഉണ്ണീശോയെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉണ്ണീശോ നമ്മുടെ അടുത്ത് ആരെങ്കിലും അയക്കും. നമ്മുടെ ഫ്രണ്ട്സായിട്ടോ, നമ്മുടെ ടീച്ചേഴ്സായിട്ടോ, നമ്മുടെ പേരൻസായിട്ടും ഒക്കെ, നമ്മുടെ സഹോദരങ്ങളും ഒക്കെയുണ്ട് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും സങ്കടങ്ങളും പരിഹരിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വിഷമം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈശോയോട് നമ്മുടെ വിഷമവും സന്തോഷവും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണം. നമുക്ക് കിട്ടാനുള്ള നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? ഈ കുഞ്ഞാട്ടിടേനെ പോലെ നമുക്കും ആകാം. ഓക്കേ.